നിങ്ങളുടെ മനസ്സ്, ശരീരം, സൗന്ദര്യം ഇവയെല്ലാം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. നിങ്ങളുടെ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഹൈഡ്രാ ഫേഷ്യൽ, ഓക്സിജനിയോ മെഡി ഫേഷ്യൽ, ലേസർ ട്രീറ്റ്മെന്റ് എന്നീ ആധുനിക സൗന്ദര്യ ചികിത്സകൾ വിദഗ്ധരുടെ പരിരക്ഷയിലൂടെ. ഏത് പ്രായത്തിലും ചർമ്മത്തെ സംരക്ഷിക്കാൻ ഡോക്ടേഴ്സ് ഡെർമ നമ്മോടൊപ്പം. ഗർഭിണികളായ അമ്മമാർക്കായി വളരെയധികം ശ്രദ്ധയോടെ പ്രൊഫഷണൽ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലൂടെയും പരിചരണത്തിലൂടെയും പ്രത്യേക ആയുർവേദ ചികിത്സകൾ. ആധുനിക സാങ്കേതിക വിദ്യകളെ പാരമ്പര്യവുമായി സമന്വയിപ്പിക്കുന്ന ദന്ത സംരക്ഷണം. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. LDF മൂലംകുഴി മേഖലാ കൺവെൻഷൻ മുൻ കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. LDF മൂലംകുഴി മേഖലാ കൺവെൻഷൻ നടന്നു. മുൻ കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കെ എഡ്വിൻ അധ്യക്ഷത വഹിച്ചു. NJ ആലോഷി, PS രജനീഷ്, സ്ഥാനാർത്ഥി KJ മാക്സി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ആദ്യം കേരളത്തിലാണ്. ഏപ്രിൽ മാസം 9 ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നോമിനേഷൻ തിങ്കളാഴ്ച കൊണ്ട് തീരുകയാണ്. തിങ്കളാഴ്ച നോമിനേഷൻ കഴിഞ്ഞാൽ, സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ പിന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഏതാണ്ട് 15 ദിവസം പോലും നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് കിട്ടുന്നത്. കേരളം 2 ടൈമായിട്ട് പിണറായി ഗവൺമെൻറ് ഭരിക്കുകയാണ്, 2 വർഷം ഭരിക്കുകയാണ്. ആദ്യം ഭരിച്ചപ്പോൾ നമുക്കറിയാം, ഈ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച കുറേ കാര്യങ്ങൾ, പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കി. പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മുതൽ ഇങ്ങോട്ട് തുടങ്ങി പട്ടയം വരെയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഈ സമൂഹം നേരിടുന്ന നിരവധിയായ കാര്യങ്ങളെല്ലാം പറയുക, അതെല്ലാം നടപ്പിലാക്കാൻ കഴിയും. അന്ന് നടപ്പിലാക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് ദുരിതപൂർണമായ നേരിട്ട് നമ്മളാണ്. എന്തൊക്കെയാണത്? ഓഗി ചുഴലിക്കാറ്റ് വന്ന് തീരദേശമാകെ തകർത്തു. ഒരു നൂറ്റാണ്ടിലുണ്ടാവുന്ന പ്രളയം അന്ന് വന്നു. ആ പ്രളയം കേരളത്തെ മുഴുവനും വെള്ളത്തിനടിയിലാക്കി. ഒരുപാട് ജനങ്ങൾ ദുരിതത്തിലേക്ക് പോയി. വീണ്ടും ഒരു പ്രളയം. അത് കഴിഞ്ഞപ്പോഴെന്താണ്? ഒരു മഹാമാരി, കോവിഡ്. ഇത്തരം ദുരിതപൂർണമായ കാലഘട്ടത്തെ അതിജീവിച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്. 5800 കോടി രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ക്യാബിനറ്റ് കൂടി അടിയന്തരമായി ഒരു നിമിഷം പോലും ആലോചിക്കാതെ മാക്സി ഉൾപ്പെടുന്ന നിയമസഭ കൂടി കൊണ്ട് പറഞ്ഞു 5800 രൂപ അങ്ങോട്ട് കൊടുത്തു. ഞെട്ടിപ്പോയി കേന്ദ്ര ഗവൺമെന്റ്. 5500 കോടി കൊടുത്തിട്ട് 25,000 കോടി അങ്ങോട്ട് മേടിച്ച്. ഇപ്പോഴല്ലോ മധ്യവർഗം നമ്മളൊന്നും ദൂരെ പോകില്ല. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കും, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കും, കന്യാകുമാരിയിലേക്ക് വരുമ്പോൾ 4 വരിപ്പാതയും 6 വരിപ്പാതയും കണ്ട് പിടയാണ് UDF, കോൺഗ്രസ്, BJP എല്ലാം. ആ റോഡിന്റെ പണി തീർത്തില്ല. എന്തെല്ലാം ബഹളായിരുന്നു. റോഡ് പണിയിക്കില്ല, തുരങ്കം ചെയ്യിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് ആലുവ പോകാൻ 2 കിലോമീറ്റർ യാത്ര മതി. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ നമുക്ക് പോകാൻ 22 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ MLA ഒരു പ്രൊജക്റ്റ് കൊണ്ട് തന്നെയാണ്. ആ പ്രോജക്റ്റ് ഒരു തുരങ്കം ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് കൊണ്ട് തന്നെയാണ്. ഞങ്ങളത് സമ്മതിക്കൂല.
നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഈ ജനങ്ങളെ അണിനിരത്തി ആ തുരങ്കം ഉണ്ടാക്കും. ആ തുരങ്കം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വയനാട്ടിലേക്ക് പോകാൻ 27 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ഒരു യാത്രക്കാരന്, ഒരു ജനത്തിന്, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു ജോലി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റുകാരന്, സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരന്, സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരന് 2 കിലോമീറ്റർ കൊണ്ട് ആ തുരങ്കത്തിന്റെ അടിയിൽ കൂടി പോയി 27 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആ സംവിധാനത്തെ അവസാനിപ്പിച്ചോ. അത് നടത്തൂലെന്നാണ് ഇവിടുത്തെ UDF പറഞ്ഞത്. അതും ഞങ്ങൾ നടത്തിക്കൂല. നാഷണൽ ഹൈവേയും പറയില്ല. ഞാൻ പറഞ്ഞു വന്നത് 5800 രൂപ രാജ്യത്തിന്റെ അകത്ത് 28 ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.